നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. PK ശശി കോൺഗ്രസിലേക്കോ എന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി വരുന്ന ചോദ്യങ്ങൾ. ഇപ്പോഴത്തെ വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുത്ത PK ശശി നടത്തിയ പ്രസംഗം ചർച്ചയായിരുന്നു. തന്നെ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല എന്നും തനിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്നുമായിരുന്നു ശശി പറഞ്ഞത്. ഇതോടെ ശശിയുടെ ഉന്നം CPM ആണ് എന്നും അദ്ദേഹം പാർട്ടി വിട്ടേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. പിന്നാലെ തന്നെ ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച കോൺഗ്രസ് നേതാവ് VK ശ്രീകണ്ഠനും രംഗത്തെത്തി. PK ശശി അടക്കം നിരവധി നേതാക്കൾക്ക് CPM-ൽ അതൃപ്തിയുണ്ട് എന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരാൻ ഇത്തരക്കാർക്ക് യാതൊരു വിലക്കുമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ താൻ CPM വിടുന്നുവെന്നും പാർട്ടിയെ വിമർശിച്ചുവെന്നുമുള്ള ആരോപണങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ PK ശശി. ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ചില ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് കുറെ ശത്രുക്കളും CPM-ന് എതിരായാണ് ഞാൻ മണ്ണാർക്കാട് പ്രസംഗിച്ചത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാനൊരു വാക്കുപോലും എന്റെ പാർട്ടിക്കെതിരെയോ എന്റെ പാർട്ടി നേതാക്കൾക്കെതിരെയോ പറഞ്ഞിട്ടില്ല. ആ വേദിയിൽ എന്റെ പ്രസംഗം കേട്ടവർക്കറിയാം. മാത്രമല്ല, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് തൊട്ടു മുമ്പ് 24 ന്യൂസിനായി നടത്തിയ അഭിമുഖത്തിൽ സുവ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു, എന്റെ രാഷ്ട്രീയ നിലപാട് 2 ദിവസം മുമ്പ് തിരുവനന്തപുരം മലയൻകീഴ് സംഘടിപ്പിച്ച രാഷ്ട്രീയ പൊതുസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതുമാണ് എന്ന്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഞാൻ നിലനിർത്തുമെന്നാണ് ഇവിടെ പറഞ്ഞത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10-35 കൊല്ലമായുള്ള മണ്ണാർക്കാട്ടെ സാധാരണക്കാരായ തൊഴിലാളികൾ, വ്യാപാരി വ്യവസായികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, ലയൺസ് റോട്ടറി ക്ലബ്ബുകൾ, കൃഷിക്കാർ, ഓട്ടോ തൊഴിലാളികൾ, വിദ്യാർത്ഥി യുവജന പ്രവർത്തനങ്ങൾ എന്നിവരുമായുള്ള എന്റെ ഈ നാഭീനാള ബന്ധം മുറിച്ചു മാറ്റാൻ ഈ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. മണ്ണാർക്കാട്ടെ ഈ മേഖലകളിലെല്ലാം എന്റെ സജീവമായ സാന്നിധ്യം ഉണ്ടെന്നും യോഗത്തിൽ ഞാൻ പറഞ്ഞതാണ്. അഴിമതിക്കെതിരെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും സോഷ്യൽ ഓഡിറ്റ് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാ വർക്കുകളും സോഷ്യൽ ഓഡിറ്റിംഗ് വിധേയമാക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, വിരോധമുള്ള ഒരാൾക്കെതിരെ വെറുതെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. അത് വ്യക്തമായി തെളിയിക്കപ്പെടണം. മാത്രവുമല്ല, അഴിമതി ഉന്നയിക്കുന്നവർ താൻ പരിശുദ്ധനാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. മാലിന്യ കൂമ്പാരത്തിൽ ഇറങ്ങുന്നതിന് കരയ്ക്ക് നിൽക്കുന്നവന്റെ കുപ്പായത്തിൽ കറുത്ത കുത്തുണ്ട് എന്ന് പറഞ്ഞത് അപഹാസ്യമാണ് എന്നാണ് ഞാൻ ഇവിടെ പ്രസംഗിച്ചത്. ഒരു ചീഞ്ഞ സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്. ആരെന്ത് നല്ലത് ചെയ്താലും വിരോധമുള്ള രാഷ്ട്രീയക്കാർ അതിനെ കണ്ണടച്ച് എതിർക്കുക എന്നത് നമ്മുടെ ശീലമായി പോയി. പിണറായി സർക്കാർ ഏത് നല്ലൊരു ആശയം മുന്നോട്ട് വെച്ചാലും അതിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തെ നാം സ്ഥിരമായി കാണുന്നതാണല്ലോ. ആര് എന്തു ചെയ്താലും അത് UDF-ന്റെ സമിതിയായാലും LDF സർക്കാർ ആയാലും ചെയ്യുന്ന കാര്യത്തെ അടിസ്ഥാനമാക്കിയാവണം. വിമർശനം എന്ന പക്ഷക്കാരനാണ് ഞാൻ. ഒന്നേ പറയാനുള്ളൂ, കൂലിയെഴുത്തുകാരായി സോഷ്യൽ മീഡിയയിൽ എഴുതിറക്കുന്നവരും തെറ്റിദ്ധരിപ്പിച്ച വാർത്തയ്ക്ക് സാധ്യത തേടുന്നവരും ഇതെല്ലാം പൊതുസമൂഹം കാണുന്നുണ്ട് എന്നോർക്കുക. ഉറപ്പിച്ചു പറയാം, ഞാൻ ഇവിടെ ഉണ്ടാകും, ഇവിടെ തന്നെ ഉണ്ടാകും. PK ശശിയുമായുള്ള സഹകരണത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് ദുൽ ഖിഫിലും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. നാറിയവനെ പേറിയാൽ ഏറിയവനും നാറും എന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഈ ദുൽ ഖിഫിൽ പറയുകയാണ്. ശശിയുടെ പഴയകാല ചരിത്രം ഓർമ്മിപ്പിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. പീഡന പരാതിയിലാണ് ശശിക്കെതിരെ നടപടിയെടുത്തത് എന്നത് മറക്കരുത് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. VK ശ്രീകണ്ഠന്റെ പ്രസ്താവനയ്ക്ക് എതിരെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രംഗത്തെത്തിയത്. അതേസമയം പാലക്കാട് മണ്ണാർക്കാട് CPM-ൽ PK ശശി വിവാദം പുകയുകയാണ്. ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയിലെ പരിപാടിയിൽ CPM-നെയും DYFI-യും വെല്ലുവിളിച്ച് നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് വിവാദം. മണ്ണാർക്കാട് സജീവ സാന്നിധ്യമായി ഉണ്ടാകുമെന്നും ബിഗ് ബി സിനിമയിലെ ഡയലോഗുമൊക്കെയാണ് നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. പിന്നാലെ DYFI പ്രാദേശിക നേതാക്കൾ തന്നെ ശശിക്ക് മറുപടിയുമായി രംഗത്തെത്തി. വിവാദം കത്തി നിൽക്കെയാണ് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പടക്കമെറിഞ്ഞത്. ഈ പുല്ലശ്ശേരി സ്വദേശി അഷ്റഫിനെയാണ് മണ്ണാർക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തതും. CPM പ്രവർത്തകനായ അഷ്റഫ് PK ശശി അനുകൂലിയാണെന്നാണ് പാർട്ടി നേതാക്കളുടെ ആരോപണം. മദ്യപിച്ച് സ്വബോധമില്ലാത്തതിനാൽ നാളെ വിശദമായി ഇയാളെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഇതിനു പിന്നാലെയായിരിക്കും മറ്റ് നടപടികളെന്ന് മണ്ണാർക്കാട് CI അറിയിച്ചു. അതേസമയം വിവാദങ്ങൾക്കിടെ ശശിയെ സ്വാഗതം ചെയ്ത UDF രംഗത്തതിന് പിന്നാലെയാണ് ഇതിന് മറുപടിയുമായി ശശിയും എത്തിയത്.
എന്തായാലും പി കെ ശശി ഡയലോഗ് അടിച്ച് ഒറ്റയാൻ കളിക്കാനാണോ പ്ലാൻ, അല്ലെങ്കിൽ UDF-മായി ചേരാനാണോ പ്ലാൻ എന്നറിയില്ല. എന്തായാലും അതിനൊക്കെ താഴെ വന്ന കമന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർക്ക് പൊതുവെ വാക്കിന് വിലയില്ലല്ലോ. ഇന്ന് CPM ആണ് ചങ്കെന്ന് പറയുന്നു, നാളെ UDF ആണ് ചങ്കെന്ന് പറയും. അതെല്ലാം കേട്ട് ജനങ്ങൾ ഇവിടെ ഇരിക്കും എന്ന ഇപ്പോൾ കമന്റായൊക്കെ തന്നെ വരുന്നുണ്ട്. എന്നാലും കണ്ടറിയാം പി ശശി, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ പി ശശി, മുൻ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന ശശി ഈ പാർട്ടി വിട്ട് പാർട്ടിയിലേക്ക് UDF-ലേക്ക് ചേക്കേറുമോ എന്ന് കണ്ടറിയാം.